ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണ ഒരു ഓർഗൻസ സാരിയാണ്. ഒരു ഭയങ്കര ബ്രൈറ്റ് കളർ ഓർഗൻസ സാരിയാണ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളർ, ആ ഒരു കളർ ഷെയ്ഡ് ഓർഗൻസ, പ്യുവർ ഓർഗൻസ സിൽക്ക് സാരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ സാരിയിൽ ഷാഡോ വർക്ക് അല്ലെങ്കിൽ നല്ല ഹാൻഡ് പെയിന്റിങ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എവിടെ നോക്കിയാലും ഈ ഓർഗൻസ സാരീസ് ആണ്. ഇപ്പോൾ കല്യാണങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഈവൻ ബ്രൈഡ് വരെ ഓർഗൻസ സാരിയിൽ ഷാഡോ വർക്ക് ചെയ്ത് ഉടുക്കുന്ന ബ്രൈഡ്സ് വരെ ഉണ്ട്. പ്യുവർ വൈറ്റ് ഓർഗൻസ സാരിയിലൊക്കെ. ഇപ്പോൾ കല്യാണത്തിന് കട്ട് വർക്ക്, ഓർഗൻസ സാരിയിൽ കട്ട് വർക്ക് അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ബീഡ് വർക്ക്സ്, ഷാഡോ വർക്ക്സ് അങ്ങനെയൊക്കെയാണ് ഹൈലി ബഡ്ജറ്റഡ് സാരീസ് ഇപ്പോഴത്തെ വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാരിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പ്യുവർ ഓർഗൻസ സിൽക്ക് സാരീൻ്റെ അകത്ത് നിറച്ചും ഷാഡോ വർക്ക്, നിറച്ചെന്ന് പറഞ്ഞാൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പം അതെങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഷാഡോ വർക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഷാഡോ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സാരീസിൽ എവിടേക്കാണ് വന്നിരിക്കുന്നതെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് സാരികളിൽ ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഈ ഒരു സാരി ഞാൻ പറഞ്ഞു കോഫി ബ്രൗൺ ആണ്. ഇത് ഓർഗൻസ സിൽക്ക് സാരിയാണ്. ഓർഗൻസയ്ക്ക് തന്നെ പല വെറൈറ്റി ഓർഗൻസാസ് കിട്ടും. ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെ ഓർഗൻസ സാരീസ് കിട്ടും. ഇത് എനിക്കൊരു കസ്റ്റമർ ഇങ്ങോട്ടേക്ക് എൻ്റെ കയ്യിലോട്ട് അയച്ചു തന്നതാണ്. അഡ്രസ്സിലോട്ട് അയച്ചു തന്നിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി നല്ല കോഫി ബ്രൗണിൽ നല്ല യെല്ലോയുടെ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ആങ്കറിൻ്റെ 2 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫുൾ സാരിയും തയ്ച്ചിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും നമ്മൾ തയ്ച്ചിരിക്കുന്ന ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഓർഗൻസ സാരിയിൽ മേടിക്കുമ്പോൾ തന്നെ കിട്ടുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ ലൈൻ ബോർഡറിൽ കൂടെ പോകുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല ഭംഗിയാണ് ഈ സാരിക്ക്. ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ ബോർഡറിൽ കൂടെ പോകുന്നുണ്ട്, ഒരു കുഞ്ഞ് സ്ട്രൈപ്പായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ മുന്താണിയുടെ ഈ സൈഡിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. അതിൻ്റെ അകത്ത് ഷാഡോ വർക്കും ഫ്രഞ്ച് നോട്ടും സ്റ്റെം സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ യെല്ലോ ആൻഡ് കോഫി ബ്രൗൺ കളർ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ലീവ്സും സ്റ്റെംസും ഒക്കെ തയ്ച്ചിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. നടുക്ക് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബോഡി പോർഷനിലായിട്ട് വരുന്നത് ഇങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുകയാണ്. പല്ലുവിൻ്റെ അപ്പുറത്തെ സൈഡിലും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫുൾ ബോർഡർ വൈസ് ഫുള്ളും ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത് നല്ല ബ്രൈറ്റ് കളർ, ഇങ്ങനെ ബ്രൈറ്റ് എടുത്ത് ഈ നല്ല ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളറല്ല, പക്ഷെ എന്നാൽ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഉടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സിഗ്സാഗ് രീതിയിലാണ് നമ്മളിവിടെ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ബോർഡറിൽ കൂടെ ഒരെണ്ണം താഴെ ഒരെണ്ണം മേളിൽ അങ്ങനെ ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ആ ബോർഡറിൽ കൂടെ റണ്ണിങ് പോർഷനിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് ഫ്ലവർ പാറ്റേൺ ബഞ്ചാണ് തയ്ച്ചിരിക്കുന്നത്. 2 അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത്രയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയല്ലേ, അപ്പോൾ ചെസ്റ്റ് പോർഷനിൽ ഒന്നും ഇല്ലാണ്ടിരുന്ന മോശമല്ലേ. അതുകൊണ്ട് ചെസ്റ്റ് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് അവിടെ മാത്രമേ ഉള്ളൂ, അപ്പുറത്തെ സൈഡിൽ വേറെ എവിടെയും വന്നിട്ടില്ല. ഈ കാണുന്ന ചെസ്റ്റ് പോർഷനിൽ മാത്രം ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ വരും. ചെസ്റ്റിൻ്റെ അവിടെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സും ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ ഇങ്ങനത്തെ 2 വലിയ ഫ്ലവറുമാണ് ഈ സാരിക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നത്തെ പോർഷനിലെല്ലാം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഇങ്ങനെ 2 ഫ്ലവർ വെച്ചിട്ട് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ഫുൾ താഴെ ബോർഡർ ഫുള്ളും ഉണ്ട് കേട്ടോ, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. പ്ലീറ്റ്സിൻ്റെ അവിടെ വരുമ്പം നമ്മൾ ഈ 2 എന്നുള്ളത് 3 ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. 3 ലെയർ ആക്കിയാണ് നമ്മൾ പ്ലീറ്റ്സിൻ്റെ അവിടെ തയ്ച്ചിരിക്കുന്നത്. അപ്പം 2 പൂവ് ഉണ്ടായിരുന്നുള്ളൂ, മറ്റേടത്തൊക്കെ ഇവിടെ 3 പൂവായിട്ടാണ് നമ്മൾ പ്ലീറ്റ്സിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്ന ആ സെയിം ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഡിസൈൻ 2 ഡിസൈൻ ആണ് കാലിൻ്റെ അവിടെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഗിൻ്റെ അവിടെയുണ്ട്, ലെഫ്റ്റ് ലെഗിൻ്റെ അവിടെയുണ്ട്, രണ്ടിടത്തും ഓരോരോ ഡിസൈൻസ്. അപ്പം മൊത്തത്തിൽ വലിയ ഡിസൈൻസ് 6 എണ്ണമാണ് ഉള്ളത്. മുന്താണിയിൽ 2 എണ്ണം, ഫ്രണ്ടിൽ 2 എണ്ണം, കാലിൻ്റെ അവിടെ 2 എണ്ണം, അങ്ങനെ 6 ഡിസൈനാണ് വലിയ ഡിസൈൻസ് വരുന്നത്. പിന്നെ കുഞ്ഞു ഡിസൈൻസ് കുറേ ഉണ്ട്, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കുറേ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് നല്ല ഓർണമെൻറ്റ്സും കൂടെ ഇട്ടാൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. ഇതൊരാൾ സാരി നമുക്ക് തന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങൾ എന്ത് പാറ്റേൺ ഉണ്ടെങ്കിലും അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 4000 അടുത്താണ് സ്റ്റിച്ചിങ് ചാർജ് തന്നെ വരുന്നത്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ കുറേ ഫ്ലവേഴ്സും ഉള്ളത് കൊണ്ട് റേറ്റ് അത്രയാണ് വരുന്നത്. സ്റ്റിച്ചിങ് റേറ്റ് മാത്രമാട്ടോ പറയുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് സാരിയുടെ ഡീറ്റെയിൽസ് ഒക്കെ. ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻസ സാരി. ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെന്നി പോകുന്ന മെറ്റീരിയലാണ്, ഒരിടത്തിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ പടം വരയ്ക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അടിയിൽ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ അടിയിൽ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ അതുപടി മേളിൽ കാണാം. പക്ഷേ ഇതൊരു ഡാർക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് വൈറ്റ് ഫാബ്രിക് പെൻസിലുണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാൽ മതി. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ്, വൈറ്റ് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസൈൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇതൊരു സിംഗിൾ മോട്ടീവാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. പ്ലീറ്റ്സിലൊക്കെ വരുന്ന സിംഗിൾ മോട്ടീവാണ്. ഒരെണ്ണം തയ്ച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇവിടെ തയ്ക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളതാണ്. ഈ ഒരു ത്രെഡ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടി ഷെയ്ഡാണ്, ആങ്കറിൻ്റെ മൾട്ടി ഷെയ്ഡാണ്. 1304 ആണ് അതിൻ്റെ കോഡ്. 1304 അതിൻ്റെ കോഡ് അതാണ്. അപ്പോൾ ഇത് 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ഫുൾ സാരിയിലും. അപ്പോൾ ഇത് എന്താ യെല്ലോ ഉണ്ട്, അതിൻ്റെ അകത്ത് യെല്ലോ ഉണ്ട്, ഒരു ക്രീമിഷ് ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കളറ് വരുന്നത്. അത് എല്ലാം ബ്രൗണിൽ തന്നെ, ഇത് കോഫി ബ്രൗൺ സാരി ആയതുകൊണ്ട് എല്ലാ കളേഴ്സും അതുപോലെ നല്ലോണം യോജിച്ച് പോകുന്ന ഒരു കളറാണ് സാരി ത്രെഡിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അടിയിൽ കൂടെ വലിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടിയിൽ കൂടെ വലിച്ചേക്കുന്നത് ഒന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ അടിയിൽ കൂടെ വലിച്ചിട്ടുണ്ട്. കുഞ്ഞു ഡിസ്റ്റൻസ് ഇവിടെ ദേ വലിച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അത് തീരെ കുഞ്ഞു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അധികം നോട്ടീസ് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഇത്തിരി കാണാം. പക്ഷെ അതെല്ലാം കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾ അധികം നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഷാഡോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോകാം, ഇങ്ങനെ പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ തീർന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോവുക, ഇവിടെ തീരുക, അങ്ങനെ പോവുക. ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് മാത്രം വലിക്കാമുള്ളൂ, ഇല്ലാത്തത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ അധികം ഡിസ്റ്റൻസ് ഇല്ല, പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് അടിയിൽ കൂടി ഒന്ന് വലിച്ചു നോക്കൂ. ഒത്തിരി ത്രെഡ് കാണുമെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടിട്ടിട്ട് ഇതും ഒരുമിച്ച് ചെയ്യുക. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് അതും നോട്ടിടുക. പിന്നെ ഇത് രണ്ടും ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ വന്നു, ഇത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നോക്കി ചെയ്തേച്ചാൽ മതി. ഇനി ഷാഡോ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന മാതിരി സിംഗിൾ സ്റ്റാൻഡ് ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ അത്രയും ഭംഗി കൂടും. അപ്പോൾ ഇത് ഇവിടെ ഞാൻ മേളിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും അടുപ്പിച്ച് ചെയ്യാൻ പറ്റുക അത്രയും ചെയ്യാം. അപ്പം ഞാനിവിടെ ഒത്തിരി അടുപ്പിച്ചല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും ഡിസൈൻസ് നമ്മൾ അത്ര അടുപ്പിച്ച് ചെയ്താൽ പെട്ടെന്നൊന്നും തീരില്ലാത്തത് കാരണം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ താത്തുകയാണ്. ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് എടുക്കുന്നു. താഴത്തോട്ട് എവിടെയാണ് തുടങ്ങിയത് അവിടെ നമ്മൾ വീണ്ടും താത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തുണി കാണരുത്, സെയിം പോയിന്റിൽ തന്നെ താത്തുക. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത്.
അപ്പം നമുക്ക് കാഴ്ച കുറവായവർക്ക് ചെയ്യാൻ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കച്ച് വർക്ക് പോലെ തന്നെ ഇതിനും കണ്ണ് നല്ലോണം ആവശ്യമുള്ളൊരു സ്റ്റിച്ചാണ്. എന്നാലാണ് സെയിം ഹോളിൽ കസോത്തി വർക്കൊക്കെ ചെയ്യുമ്പോൾ ആ സെയിം ഹോളിൽ പോയില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരെയാണ്. ഇതിനും സെയിം തുണിയുടെ കാണരുത്, അപ്പോൾ സെയിം ഹോളിൽ തന്നെ പോകണം. ഇനി അപ്പുറം ഇപ്പുറയും കൂടെ ഇങ്ങനെ ചെയ്ത് ക്രോസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ബാക്കിൽ നോക്കുമ്പം ക്രോസ് ആയിട്ടായിരിക്കും ത്രെഡ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. അപ്പോൾ അതെ ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്, ക്രോസ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വലിച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്നത് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ വലിച്ചേക്കുന്നത് ഈ ത്രെഡ് പോണതോ ഇങ്ങനെ പോണതോ ഒന്നും കാണുന്നില്ല. അങ്ങനെ കാണാത്ത രീതിയിൽ എപ്പോഴും വലിക്കുക. അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്കാണ് പോണത്. ഈ ഒരു ഇത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണെങ്കിലും പോകാം, ഏത് ഇതിൽ വേണമെങ്കിലും പോകാം. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ളതെല്ലാം തയ്ച്ചെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ്. ഷാഡോ വർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പ്ലെയിൻ സാരീസൊക്കെ നമുക്ക് റിനോവേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നാൾ പ്ലെയിൻ ആയിട്ട് ഉടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. പക്ഷേ സിൽക്ക് സാരീസ് കട്ടിയുള്ള മെറ്റീരിയലൊന്നും ഷാഡോ വർക്ക് ചെയ്യാൻ പോകരുത്. നന്നാവില്ല എന്നല്ല, നമുക്ക് അതിൻ്റെ നമ്മൾ എടുക്കുന്ന വർക്ക് കാണാൻ പറ്റില്ല. ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് മേലിൽ നമ്മൾക്ക് കാണണം, ഷാഡോ അതിൻ്റെ കാണണം, എന്നാലാണ് അതിൻ്റെ ആ വർക്കിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എപ്പോഴും ആ തുണിക്ക് ആപ്റ്റായിട്ടുള്ളത് വേണം. അപ്പം ഇന്നത്തെ ഷാഡോ വർക്ക് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ കാണിച്ചു തന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.